ഹായ് ഫ്രണ്ട്സ്, ഐ എം ബാക്ക്. ആക്ച്വലി കുറെ നാളുകൾക്ക് ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ആക്ച്വലി കങ്കുവ ഇറങ്ങിയതിന് ശേഷം ഒന്ന് മുങ്ങിയതാണ്. ആക്ച്വലി മുങ്ങിയതല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ തമാശക്ക് പറഞ്ഞ മുങ്ങിയൊന്നുമല്ല. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും തിരക്കിലൊക്കെ ആയി പോയത് കൊണ്ട് വീഡിയോസ് ചെയ്യാൻ, അല്ലാതെ ഞാൻ കങ്കുവ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മുങ്ങിയൊന്നുമല്ല. ഞാൻ അങ്ങനെ മുങ്ങുന്ന ഒരാളുമല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് ശരി, എനിക്ക് കുറെ ഈ പറഞ്ഞ പോലെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. എന്താ വീഡിയോസ് ചെയ്യാത്ത, വീണ്ടും വീഡിയോസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓരോ തവണ ഞാൻ വിചാരിക്കും വീണ്ടും ഓക്കെ ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, അതങ്ങനെ നീണ്ടു പോയതാണ്. അപ്പം എന്താണെങ്കിലും ഇനിയിപ്പം അങ്ങനെ വൈകിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു 100+ ഡേയ്സ് ആയി വീഡിയോ ചെയ്തിട്ട്. പിന്നെ അത് മാത്രമല്ല, എമ്പുരാൻ വരാൻ പോവാണ്. മലയാളത്തിലെ ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം എന്ന് വിളിക്കാവുന്ന ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ അല്ലെ, നമ്മുടെ എമ്പുരാൻ വരാൻ പോവാണ്. അപ്പം 27-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മാർച്ച് 27 പടം റിലീസ് ചെയ്യുമോ, ലൈക്കയും ആശീർവാദമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതാണ് ഇതാണ്, ലൈക്ക വിട്ടു, സിനിമ വിട്ടു, അതുപോലെ അങ്ങനെ കുറെ ഇത് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ലാലേട്ടന്റെ സിനിമ അത് ഈ 27-ാം തീയതി ഇറങ്ങുന്നു, ലൂസിഫർ ഇപ്പോൾ ഒന്നും ഇറങ്ങിയില്ല, ലൈക്ക് എമ്പുരാൻ ഇപ്പോൾ ഒന്നും ഇറങ്ങിയില്ല എന്നുള്ള രീതിയിലൊക്കെ കുറെ യൂട്യൂബ് ചാനലുകാർ ഇരുന്നിട്ട് കുറെ ഉഡായ്പ് ന്യൂസുകൾ തട്ടിവിടുന്നുണ്ടായിരുന്നു. ചില യൂട്യൂബ് ചാനലുകാരൊക്കെ പറച്ചിൽ കേട്ടതൊന്നും ഇവന്മാരാണ് ഈ പടം റിലീസ് ചെയ്യാനായിട്ട് പുറകെ നടക്കുന്നത്. അത്രയും രീതിയിൽ ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു വിടുന്നുണ്ടായിരുന്നു കുറെ യൂട്യൂബ് ചാനലുകാർ. അവന്മാർക്ക് എന്താ പ്രശ്നം, വ്യൂസ് കിട്ടണം. അപ്പൊ എന്ത് തോന്നിവാസം വിളിച്ച് പറയുന്നുള്ള രീതി കുറെ യൂട്യൂബ് ചാനലുകാരും കുറെ സോക്കോൾഡ് സിനിമാ പേജുകാരും ഒക്കെ ഇങ്ങനെ കുറെ ന്യൂസും ഗോസിപ്പുകളും ഒക്കെ അടിച്ചു വിടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വെറുതെയാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പടം അതുകൊണ്ട് തന്നെ 27-ാം തീയതി റിലീസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അല്ലെ, ഇന്നലെ ഇപ്പൊ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ പടം ലാലേട്ടന്റെ ഒരു പടം വിജയിക്കരുത്, പൊട്ടിക്കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. പ്രത്യേകിച്ച് എമ്പുരാൻ വലിയ ഹിറ്റ് ആവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു പടം റിലീസ് ആകരുത്, ഇതിനൊരു പ്രശ്നം വന്നു എന്ന് കണ്ടപ്പോൾ അത് അർമാദിച്ച് ന്യൂസ് ആക്കിയിട്ടുള്ള കുറെ ടീമുകൾക്ക് കിട്ടിയിട്ടുള്ള നല്ല ഒന്നാന്തര അടി തന്നെയാണ് ഇന്നലെ വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞത്. 27-ാം തീയതി പടം മാർച്ച് 27 തന്നെ എമ്പുരാൻ റിലീസ് ചെയ്യും വേൾഡ് വൈഡ്. നമ്മളെ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റഫാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം വിതൗട്ട് എനി ഡൗട്ട്. അതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ബിക്കോസ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടറിന്റെ ഒരു സ്റ്റാർഡം ഇതുപോലെ ബൂസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നൊരു സിനിമ ഒരുപക്ഷെ സമീപകാലത്തൊന്നും തന്നെ വേറെ കാണത്തില്ല. അങ്ങനെ ഒരു സിനിമയായിരിക്കും. പ്ലസ് ഇതിൽ സ്റ്റാർ കാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സം ബിഗ് നെയിംസ് ആർ ദെയർ അല്ലേ. അത് ഒഫീഷ്യലി ഒന്നും കൺഫേം ആയിട്ടുള്ള സിനിമ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അറിയത്തുള്ളൂ ആരൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റേഴ്സും ക്യാരക്ടർ ഇൻട്രഡക്ഷൻ വീഡിയോസിലും ഒക്കെ നമുക്കറിയാം ഇന്ന താരങ്ങളുണ്ട്. ലൂസിഫറിലെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് തന്നെ ഇതിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത ചില താര സാന്നിധ്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തുടക്കം തൊട്ട് തന്നെ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. ആൻഡ് ഫിലിമിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില സൂചനകൾ നൽകിയിട്ടുമുണ്ട്. അത് ഇന്റർനാഷണൽ ആക്ടേഴ്സ് ആണോ, അതോ നമ്മുടെ റീജിയണൽ ആക്ടേഴ്സ് മലയാളത്തിൽ തന്നെ പ്രമുഖരാണോ, അതോ സൗത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രമുഖരാണോ, പ്രഭാസ് അടക്കമുള്ള പേരുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്റർനാഷണൽ ആക്ടേഴ്സിന്റെ പേര് കേട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, അതൊരു ലോങ് ലിസ്റ്റാണ്. ഈവൻ മമ്മൂട്ടി ഉണ്ടെന്നൊക്കെ, മലയാളത്തിൽ നിന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പൃഥ്വി തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഇല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ ഇനി വേറെ ആരെങ്കിലും ആണോ? അത് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും പ്രോമിനന്റ് ആക്ടേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഊഹങ്ങൾ മാത്രമാണ്. സിനിമ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്. കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, മാർച്ച് 27 വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഈ പടം ചിലർ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഹൈപ്പ് കൊടുത്ത് വന്നിട്ടുള്ള പടങ്ങളൊക്കെ പൊട്ടിയ ചരിത്രമല്ലേ ഉള്ളൂ. ഈവൻ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒക്കെ അതേ ഹൈപ്പ് കൊടുത്ത് വന്ന മിക്ക പടങ്ങളും പൊട്ടിയ ചരിത്രം തന്നെയാണ് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, ലൂസിഫർ വന്നപ്പോൾ ഇതിന്റെ മേലെ ഹൈപ്പ് ഉണ്ട്. മേലെ എന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിനോടൊപ്പം തന്നെ ഏകദേശം ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം പൃഥ്വി ആദ്യമായിട്ട് സംവിധാനം ചെയ്തു, വലിയ ബജറ്റിലുള്ള പടം, വലിയ സ്റ്റാർ കാസ്റ്റ്, ബോളിവുഡിൽ നിന്ന് നമ്മുടെ വിവേക് ഒബ്രോയിനെ വില്ലനായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാ രീതിയിലും നല്ല ഹൈപ്പുള്ള പടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ടീസർ വന്നതിന് ശേഷം പടത്തിന്റെ ഹൈപ്പും ഭയങ്കര കൂടുതൽ, ടീസർ ആൻഡ് ട്രെയിലർ വന്നതിന് ശേഷം. പക്ഷെ ആ ഹൈപ്പിനോട് നീതി പുലർത്തിയല്ലേ അവരെടുത്തത്. അങ്ങനെയുള്ള സിനിമകളും ഉണ്ട്. ഇപ്പോൾ പുലിമുരുകൻ നല്ല ഹൈപ്പുള്ള സിനിമയായിരുന്നു, ഹൈപ്പിനൊത്ത് തന്നെ കിട്ടി, പടം വലിയ ഹിറ്റായി. അപ്പം എല്ലാ സിനിമയും നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഹൈപ്പോട് വന്ന് എന്നാൽ നല്ല ഹിറ്റായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പൊ KGF അതുപോലെ അല്ലായിരുന്നു, അങ്ങനെയുള്ള സിനിമകളുണ്ട്. അപ്പം എമ്പുരാൻ ആ ഒരു ഗണത്തിൽ പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇത് എഴുതുന്ന മുരളി ഗോപിയാണ്. മുരളി ഗോപി വെറുതെ ഒരു സ്ക്രിപ്റ്റ് എഴുതത്തില്ല. മുരളി ഗോപിയുടെ ഒരു സ്ക്രിപ്റ്റ് പോലും തിയേറ്ററിൽ പരാജയമായിട്ടുള്ള സിനിമകൾ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ പറയുമ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തോ കമാര സംഭവമോ ടിയാനോ ഒക്കെ തിയേറ്ററിൽ പരാജയമായിട്ടുള്ള സിനിമകളായിരിക്കാം ഒരുപക്ഷെ. ഈ അടുത്ത കാലത്ത് പിന്നെയും ഒരുവിധം ഓടിയെന്ന് തോന്നുന്നു. ബാക്കി സിനിമകൾ തിയേറ്ററിൽ പരാജയമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയ്ക്കെല്ലാം അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്.
ഇപ്പം കണ്ടാലും അതിൻ്റേതായിട്ടുള്ള എസ്തെറ്റിക് ക്വാളിറ്റിയുള്ള വളരെ ധീരമായിട്ടുള്ള നിലപാടുകളുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ പലരും പറയാൻ മടിക്കുന്ന നിലപാടുകളുള്ള സിനിമകളാണ് ഞാൻ ഈ പറഞ്ഞ ഓരോ സിനിമയും. അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വിടും, ഈ അടുത്ത കാലത്ത് വിടും, കമാർ സംഭവം വിടും, ടിയാൻ വിടും. ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ മുരളി ഗോപി വെറുതെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമോ? ഇപ്പോൾ എമ്പുരാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലൂസിഫർ വന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു മുരളി ഗോപിയുടെ പടമെല്ലാം അവാർഡ് ടൈപ്പ് പടങ്ങളാണ്, അല്ലെങ്കിൽ അതൊന്നും തിയേറ്ററിൽ ഓടത്തില്ല, ഇതെല്ലാം ഒരുമാതിരി ഭയങ്കര സീരിയസ് സാധനങ്ങളാണ്. പക്ഷെ ഈ ഒരു അസംഷൻസ് എല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് വന്ന സിനിമയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. കാരണം തിയേറ്റർ ഗംഭീര വിജയമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ പാക്കേജും നിറച്ചിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് സിനിമ തന്നെയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. സോ ആ കളിയാക്കിയവർക്കെല്ലാം ഉള്ള അടിയായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. സിമിലർലി എമ്പുരാനിലേക്ക് വരുമ്പോൾ സ്കെയിൽ വളരെ കൂടുതലാണ്. ഇതൊരു ലാർജ് ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്, ഒരുപാട് മൾട്ടി സ്റ്റാറർ എന്ന് വിളിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പം അത്രയും ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സിനിമ, ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിനിമ ആ ലെവലിൽ തന്നെ പുള്ളി സ്ക്രിപ്റ്റ് എടുത്തുള്ളൂ, പൃഥ്വി അങ്ങനെ തന്നെ എടുക്കത്തുള്ളൂ. ആൻഡ് ലാലേട്ടൻ ഇസ് ദ സ്റ്റാർ. പുള്ളീനെ നല്ലൊരു ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ കൈ കിട്ടിയാലുള്ള ലെവൽ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ലാലേട്ടൻ്റെ പടത്തിന് കുറെ ആൾക്കാർ വന്ന് പൊട്ടുവന്ന് അല്ലെങ്കിൽ വലിയ ഇതാക്കില്ലെന്ന്. ലാലേട്ടൻ്റെ പടത്തിന് പോസിറ്റീവ് കിട്ടിയുള്ള അവസ്ഥ അറിയത്തില്ല മക്കളെ. നേരെന്ന് പറഞ്ഞ വെറും ഒരു കോർട്ട് റൂം ഡ്രാമ, ഇമോഷണൽ ഡ്രാമ ഇവിടെ കോടികളെ കളക്ട് ചെയ്തത്. വൻ ഹൗസ്ഫുൾ ദിവസങ്ങളോളം. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ല പടം വരാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എമ്പുരാൻ പോലത്തെ ഒരു അടിപൊളി സ്റ്റഫ് കിട്ടിയാൽ പ്രേക്ഷകർ വെറുതെ ഇരിക്കുമോ? ജനസാഗരമായിരിക്കും. അതാണ് പുള്ളിയുടെ ഒരു വെച്ചാൽ. ഇപ്പോൾ വേറെ മലയാളത്തിൽ ഏത് സ്റ്റാറിൻ്റെ പടം എത്ര നല്ലതാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയാൽ പോലും മോഹൻലാൽ പടത്തിന് കിട്ടുന്ന ഒരു ഇനീഷ്യൽ കളക്ഷനും റിപ്പോർട്ടും അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ഹൗസ്ഫുൾ ഒരു പ്രേക്ഷക സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മോനെ മോഹൻലാലിൻ്റെ ഇഴത്ത് ആ കാര്യത്തിൽ മലയാളത്തിൽ ഒരു ഒറ്റ സ്റ്റാർ വന്നിട്ടുമില്ല, വരത്തുമില്ല, ഇങ്ങോട്ട് വരാൻ പോകത്തുമില്ല. അതാണ് പുള്ളിയുടെ ഒരു സ്റ്റാർ വാല്യൂ, പുള്ളിയുടെ ഒരു മാർക്കറ്റ്, പുള്ളിക്കുള്ള ഒരു ജനപ്രീതി എന്ന് പറയുന്നത്. ഇവിടെ പലരെയും ജനപ്രിയ നായകൻ അത് ഇത് മറ്റത് മറിച്ചെന്നൊക്കെ വിളിക്കുമെങ്കിലും അന്നും ഇന്നും എന്നും മലയാള സിനിമയുടെ യഥാർത്ഥ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആണെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം പുള്ളിയുടെ അത്രയും പോപ്പുലാരിറ്റി ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല ഇന്നും. അല്ലെങ്കിൽ ഇപ്പോഴും കുറേ ആൾക്കാർ പുള്ളി ഈ 2K കിഡ്സ് ഒക്കെ പുള്ളിനെ ട്രോൾ ചെയ്യുമ്പോൾ പോലും അവർക്കറിയാത്തൊരു ചരിത്രം പുള്ളിക്കുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉള്ള നായകൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഫിലിംസ് ഉള്ള നായകൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നായകൻ, ഇങ്ങനെല്ലാം നോക്കുമ്പോൾ പുള്ളിയുടെ പഴയ ഭരതവും കിലുക്കവും കിരീടവും രാജാവിൻ്റെ മകനും സതയവും മാനപ്രസ്ഥവും ഒക്കെ അടക്കമുള്ള സിനിമകളൊന്ന് പോയി കാണണം. എന്നിട്ട് ആസ് എൻ ആക്ടർ ആൻഡ് ഓൾസോ ആസ് എ സ്റ്റാർ പുള്ളിനെ ഒന്ന് വിലയിരുത്തി നോക്കണം. അപ്പം അറിയാൻ പറ്റും പുള്ളി ഏത് റേഞ്ചിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാൾക്കാരൊക്കെ ഏത് റേഞ്ചിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം. കാരണം അത് പുള്ളിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കമൽഹാസനും മണിരത്നവും അടക്കമുള്ള ഇന്ത്യൻ സിനിമകൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലെജൻസ് ഒക്കെ പോലും പുള്ളിയുടെ ഫാനായി മാറിയത്. അതായത് ആമിർ ഖാനും എല്ലാവരും, ആരാ പറയാത്ത, അതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതേ ലാലേട്ടൻ്റെ വീണ്ടുമുള്ള വിക്രമിലൂടെ എങ്ങനെ കമൽഹാസൻ തിരിച്ചു വന്നു, ആ ഒരു ലെവലിൽ മോഹൻലാലിനെ വീണ്ടും പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്ന ദ കംപ്ലീറ്റ് ആക്ടർ കം ദ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓർ ദ ഗോഡ് ദാറ്റ് ഇന്ത്യൻ സിനിമ ഹാസ് എവർ സീൻ ഈസ് ബാക്ക് വിത്ത് എമ്പുരാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എമ്പുരാൻ എന്നാണ് മാർച്ച് 27 റിലീസ് ചെയ്യുന്നു. എല്ലാവരും പോയി കാണുക. നമ്മുടെ റിവ്യൂ ഫസ്റ്റ് തന്നെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി രാവിലെ പോയി കാണാൻ പറ്റട്ടെ ഫസ്റ്റ് ഷോ, ഫാൻ ഷോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമാണ് ഷെയർ ചെയ്യുക. വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് ചറ പറ ഇങ്ങനെ വരുന്നതായിരിക്കും. താങ്ക് യു.